മനുഷ്യരെല്ലാം പലവിധം, ലോകത്തെല്ലാവരും പലവിധം. അങ്ങനെ പലവിധത്തിലിരിക്കുന്ന ആളുകൾക്ക് ഒരേ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക, ഒരേ ചിന്തയും ഒരേ വികാരവും എവിടെയെങ്കിലും ഒരുമിച്ച് ചേരുന്ന ഒരു ശ്രുതിയിണക്കവും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു നല്ല ഭരണം. അത്തരം ഒരു നല്ല ഭരണത്തിൻ്റെ കീഴിലാണ് നല്ല ജനത ഉണ്ടാകുന്നത്. ഭേദിപ്പിക്കുന്ന, ആളുകളെ ഭിന്നിപ്പിക്കുന്ന, ആളുകളെ തമ്മിലടിപ്പിക്കുന്ന, ആളുകളെ എപ്പോഴും കുഴക്കത്തിലാക്കുന്ന, ആളുകളെ വിഷമത്തിലാക്കുന്ന ഭരണമല്ല. എല്ലാവരെയും ഒരു ചരടിൽ കോർത്തിണക്കുന്ന ഭരണമാണ് നല്ല ഭരണം. അതാണ് ഏറ്റവും പ്രധാനം. ആളുകളെ വിദ്വേഷിപ്പിക്കരുത്. ശ്രീനാരായണ ഗുരു ആരോടും വിദ്വേഷമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഭാഷ പറഞ്ഞു. നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല, ഒരിക്കലും മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ഒരുപോലെയാണ്. നിയമസഭയിൽ ഇരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ചില സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അവർ ജനപ്രതിനിധികളാണ് എന്നതാണ് ആ സ്ഥാനത്തിൻ്റെ മഹിമയ്ക്ക് കാരണം. ജനപ്രതിനിധികളാണ് എന്നതുകൊണ്ട്, ജനങ്ങളുടെ പ്രതിനിധികളാണ് അവർ എന്നതുകൊണ്ട് അവർക്ക് എത്ര മാഹാത്മ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ മാഹാത്മ്യം ജനതയ്ക്ക് ഉണ്ട് എന്നത് അംഗീകരിക്കപ്പെടണം. ജനതയാണ് പ്രധാനം. ഇവിടെ വലുതും ചെറുതുമല്ല, കറുത്തവനും വെളുത്തവനുമല്ല, ഒരു വിഭാഗത്തിൽപ്പെട്ടവനുമല്ല, എല്ലാ ജനതയും ഒരുപോലെ. ആ ജനതയാണ് പരമശക്തൻ എന്നത് എക്കാലവും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. കൗടല്യൻ അർത്ഥശാസ്ത്രത്തിൽ ഒരു രാജാവിൻ്റെ വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്: തുല്യവേതനോസ്മി. പ്രജയോട് പറയുകയാണ്, നിനക്കും എനിക്കും ഒരേ കൂലിയാണേ ഉള്ളത് എന്ന്. നിന്നെപ്പോലെ ഞാനും കൂലി വാങ്ങിച്ച് ജീവിക്കുന്നവനാണ് എന്ന് രാജാവ് പറയണമെങ്കിൽ അയാൾ എത്രത്തോളം നല്ലവനായിരിക്കണം എന്നാലോചിക്കുക. അത്തരം ഭരണാധികാരി, ഞാനും നിങ്ങളും ഒരുപോലെയാണ് എന്ന് കരുതുന്ന ഭരണാധികാരി ഉണ്ടായി വരാൻ ജനങ്ങളിൽ അത്രയും ബോധമുണ്ടാകണം. അങ്ങനെ ഒരു ബോധമുണ്ടാക്കാൻ ഏറ്റവും പറ്റിയ ഇടം നിയമസഭ തന്നെയാണ്.